നമസ്കാരം. സിറ്റി ബീച്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കൊച്ചിയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് മെട്രോ എത്രത്തോളം ഉചിതമായ ഒരു പരിഹാരമാണ് എന്നതിനെ പറ്റിയാണ്. ഞാൻ ഐശ്വര്യ കൃഷ്ണൻ, പ്രൊജക്ട് അസോസിയേറ്റ്, സെന്റർ ഫോർ അർബൻ സ്റ്റഡീസ് CPPR. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രസീത മുകുന്ദൻ, സീനിയർ റിസർച്ച് അസോസിയേറ്റ്, സെന്റർ ഫോർ അർബൻ സ്റ്റഡീസ് CPPR. ഈ ഒരു കോവിഡ് പ്രതിസന്ധിക്കിടയിൽ പോലും ഇപ്പം സെപ്റ്റംബർ 5 മെട്രോയുടെ ഫസ്റ്റ് ഫേസിന്റെ ലാസ്റ്റ് സ്ട്രെച്ച്, അതായത് തൈക്കുടം മുതൽ പേട്ട വരെയുള്ള സ്ട്രെച്ച് ഉദ്ഘാടനം നടക്കുകയും അത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പറേഷനിൽ ആവുകയും ചെയ്യുകയുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ കൊച്ചിയുടെ ഗതാഗത പ്രശ്നങ്ങൾക്ക് എത്രത്തോളം ഉചിതമായ ഒരു സൊല്യൂഷൻ ആണ് മെട്രോ എന്ന് പ്രസിദ്ധയ്ക്ക് തോന്നുന്നുണ്ട്? താങ്ക് യു ഐശ്വര്യ. ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം കൊച്ചി മെട്രോയുടെ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ബാക്കി എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാരെ പോലെയും KMRL വളരെ വലിയ നഷ്ടമാണ് ഈ കോവിഡ് കാലത്ത് സംഭവിച്ചത്. ഇത് ഏകദേശം 5 മാസത്തോളം സർവീസസ് നിർത്തിവെക്കേണ്ടി വന്നതിനാലും റൈഡർഷിപ്പിൽ വന്ന വളരെ വലിയൊരു റിഡക്ഷൻ കാരണം ഇതൊക്കെ കൊണ്ടാണ് ഈ ഒരു വളരെ വലിയൊരു ലോസ് സംഭവിച്ചത്. ഈ ലോസസിന് ഏകദേശം കണക്ക് കൂട്ടിയപ്പോൾ കണക്കുകൾ പറഞ്ഞത് ഓൾമോസ്റ്റ് 34.18 കോടി രൂപയോളമാണ് എന്നാണ്. ഇത് പക്ഷെ ഈ കോവിഡ് സിറ്റുവേഷനോ ഈ പാൻഡമിക് ഒരു വളരെ ഒരു പെക്യൂലിയർ സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി ഇത് ലോൺ റീപേയ്മെന്റ് പ്രോസസ്സിനെയും ബാധിക്കുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ KMRLന്റെ ഒരു ഫിനാൻഷ്യൽ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ആക്ച്വലി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതായത് ഒരു വശത്ത് വളരെ വലിയ ലോസസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആൻഡ് മറുവശത്താണെങ്കിൽ നേരത്തെ ഐശ്വര്യ പറഞ്ഞ പോലെ അഡീഷണൽ ലൈൻസും എക്സ്റ്റൻഷൻസും ഒക്കെയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പോയിന്റ് പറയാനാണെങ്കിൽ നമ്മളുടെ യൂണിയൻ മിനിസ്റ്റർ ഫോർ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ഈ പുതിയ സ്ട്രെച്ചിന്റെ ഇനോഗ്രേഷന്റെ സമയത്ത് മെൻഷൻ ചെയ്തിരുന്നു, പുതിയ സ്ട്രെച്ച് വന്നതുകൊണ്ട് ഈ ഡെയിലി റൈഡർഷിപ്പില് ഭയങ്കര വ്യത്യാസം ഉണ്ടാവുന്നു. മിനിസ്റ്റർ പറഞ്ഞതായിരുന്നു, മുമ്പുണ്ടായിരുന്നത് 65,000 ആൾക്കാരായിരുന്നു പെർ ഡേ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തിരുന്നത്. അത് ഈ പുതിയ സ്ട്രെച്ച് വന്നതോടുകൂടി 100,000-ൽ ആയേക്കാമെന്ന്. പക്ഷെ ഈ നമ്പറുകൾ നമ്മളൊന്ന് കെയർഫുള്ളി അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇതിലെ എന്തൊക്കെയാണ് വ്യത്യാസം ഉള്ളതെന്ന്. ഇപ്പോൾ ഫസ്റ്റ് ഫേസ് കൊച്ചി മെട്രോയുടെ ഫസ്റ്റ് ഫേസിന്റെ TPR അനുസരിച്ചിട്ട് 2020 ഫോർകാസ്റ്റഡ് ഡെയിലി റൈഡർഷിപ്പ് ആയിരുന്നു 4.68 lakhs. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആക്ച്വൽ സിറ്റുവേഷൻ, അതായത് കോവിഡിന് മുമ്പുള്ള സമയത്ത് 65,000 ഡെയിലി റൈഡർഷിപ്പ് എന്നതിന്റെ ഏകദേശം ആ ഫിഗറിന്റെ ഒരു 7 ഇരട്ടിയാണ് ഫോർകാസ്റ്റഡ് റൈഡർഷിപ്പ്. അപ്പൊ ആ ഫോർകാസ്റ്റില് തന്നെ ഒരു വളരെ വലിയ ഒരു തെറ്റല്ലേ അവിടെ നമുക്ക് ആയിരിക്കും. അതെ. ഇപ്പം ഞാനൊരു റിപ്പോർട്ട് കണ്ടിരുന്നു. അതില് കൊച്ചി മെട്രോയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി നോക്കുമ്പോൾ സെപ്റ്റംബർ മുതലുള്ള വായ്പകൾ KMRL അടച്ചു തീർക്കാൻ പ്രതിമാസം ഏകദേശം 12 കോടി രൂപയാണ് വേണ്ടതെന്നാണ് പറയപ്പെടുന്നത്. അതെ ഐശ്വര്യ. അപ്പൊ അത് കൂടാതെ തന്നെ ഇപ്പൊ നമ്മൾ KMRLന്റെ ആനുവൽ റിപ്പോർട്ട്സ് ഒക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവരുടെ ഒരു നെറ്റ് ലോസ് എന്ന് പറയുന്നത് എത്രമാത്രമാണെന്ന്. ഇപ്പൊ ഞാൻ 3 ഇയറിന്റെ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇപ്പൊ 2017-18 ആ നെറ്റ് ലോസ് ഉണ്ടായിരുന്നത് 167.33 crores ആയിരുന്നു. അത് 2018-19 വന്നപ്പോൾ 281.23 crores ആയി. ഇതേ ഫിഗർ 2019-2020 ഇയറിൽ വരുമ്പോൾ അത് ഓൾമോസ്റ്റ് 310 കോടി രൂപയോളമാണ്. അപ്പൊ ഈ ഒരു ലോസ് എന്ന് പറയുന്നത് ആ ട്രെൻഡ് കാണിക്കുന്നത് അത് ഇൻക്രീസിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയും തോറും. അപ്പൊ ഈ കണക്കുകളൊക്കെ ആക്ച്വലി ഈ കൊച്ചി മെട്രോയുടെ ഒരു വളരെ ഒരു നല്ലൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷനെ അല്ല അത് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല റിഫ്ലക്ട് ചെയ്യുന്നെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഈ പുതിയ എക്സ്റ്റൻഷൻസിനെയും അഡീഷണൽ ലൈൻസിനെയൊക്കെ നമ്മൾ വീണ്ടും ഒന്ന് റീകൺസിഡർ ചെയ്യുന്നില്ല എന്നത് എനിക്കൊരു വളരെ വലിയൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. ആൻഡ് നമ്മൾ ഈ മെട്രോയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഈ അഡീഷണൽ ചെലവുകളെല്ലാം നമുക്ക് വേറെ എന്തൊക്കെ ഡെവലപ്മെന്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമായിരുന്നു ഗവൺമെന്റിന്. ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കാനും വേറെ എന്തെല്ലാം സെക്ടേഴ്സിന് ആവശ്യമുള്ളതായിരുന്നു. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു AC വോൾവോ ബസ്സിന്റെ വില ഏകദേശം 70 ലക്ഷം തൊട്ട് 1 കോടി രൂപയോളമാണ്.
അപ്പോൾ ഈ മെട്രോയ്ക്ക് ഉണ്ടായിരുന്ന ഒരു വർഷത്തിന്റെ ഒരു നഷ്ടത്തിന്റെ ആ ഒരു എമൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സിറ്റിക്ക് നമുക്ക് 300 അഡീഷണൽ ബസ്സസോളം വാങ്ങിക്കാമായിരുന്നു. അപ്പൊ അതാണ് ആ സ്കെയിൽ ഓഫ് നമ്മള് ആ ലോസിന്റെ സ്കെയിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ പ്രസീത പറഞ്ഞതനുസരിച്ച് എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ കൊച്ചി സിറ്റിയുടെ ട്രാൻസ്പോർട്ട് ഇഷ്യൂസിന് ഇപ്പം മെട്രോ എക്സ്റ്റൻഷനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വേറെ പല ഇഷ്യൂസും ഉണ്ടായിരിക്കും. ഇപ്പൊ പക്ഷേ ഇമ്പോർട്ടൻസ് കൂടുതൽ പോകുന്നത് മെട്രോ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടാണ്. ഇപ്പം പല പ്രോജക്ട്സ് ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പം പേട്ട മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ള ടെർമിനൽ അതിന്റെ വർക്ക് പ്രോഗ്രസ്സിലാണ്. അതേപോലെ JLN സ്റ്റേഡിയം തൊട്ട് കാക്കനാട് വരെയുള്ളതിന്റെ DPR സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവലിന് വേണ്ടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ ഇപ്പം ആലുവ ടു അങ്കമാലി അതിന്റെയും എക്സ്റ്റൻഷൻ ഇപ്പൊ പ്ലാനിങ് സ്റ്റേജസ് നടക്കുകയാണ്. അപ്പം ഈ ഒരു എക്സ്റ്റൻഷൻസ് പെട്ടെന്ന് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു റോങ് മൂവ് ആവാനുള്ള ഒരു സാധ്യത അത് തോന്നുന്നുണ്ട്. അതെ ഐശ്വര്യ, എനിക്കും അത് വളരെ ഒരു റോങ് മൂവ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. കാരണം ഇത്ര എക്സ്റ്റൻഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ റീചെക്ക് ചെയ്യേണ്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ റൈഡർഷിപ്പ് ഫിഗേഴ്സ് ആണെങ്കിൽ ഇതിനെ ഒട്ടും സപ്പോർട്ടും ചെയ്യുന്നില്ല. അപ്പൊ ഇത് കൂടാതെ ഇപ്പൊ 2017 മെട്രോ റെയിൽ പോളിസി അനുസരിച്ചിട്ട് ഇപ്പൊ ഒരു സിറ്റിയിൽ ഒരു മെട്രോയ്ക്ക് അഡീഷണൽ ലൈൻസ് വരാനോ ഒരു സ്റ്റേറ്റിൽ ഒരു പുതിയ മെട്രോ വരാനോ അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റും ആ എക്സിസ്റ്റിംഗ് മെട്രോസിന്റെ ഫിനാൻഷ്യൽ വയബിലിറ്റീനെ ഉറപ്പുവരുത്തിയിട്ടാവണം ഈ അഡീഷൻസ് ഒക്കെ ചെയ്യേണ്ടതെന്നാണ് മെട്രോ റെയിൽ പോളിസി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഈ കൊച്ചി സിറ്റുവേഷനിൽ എന്തുമാത്രം എഫക്റ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. എന്റെയും ഒരു ഇവാലുവേഷൻ അനുസരിച്ചിട്ട് ഈ എക്സിസ്റ്റിംഗ് ഓൺഗോയിങ് കൺസ്ട്രക്ഷൻ വെച്ചിട്ട് ഈ ഒരു മെട്രോ റെയിൽ പ്രോസസ് നമ്മൾ അവസാനിപ്പിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൂടാതെ നമുക്ക് സിറ്റിക്ക് അനുയോജ്യമായ മറ്റേതൊക്കെ ട്രാൻസിറ്റ് മോഡുകളാണോ കൂടുതലും സൂട്ടബിൾ എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നുണ്ട്. കൊച്ചി സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏതായിരിക്കും ഈ ഓൾട്ടർനേറ്റ് ട്രാൻസിറ്റ് മോഡ്സ്, ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റ് ട്രാൻസിറ്റ് മോഡ്സ്? ഇപ്പൊ നമ്മൾക്ക് ഒത്തിരി ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ ഒരു സിറ്റിക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള MRTS അല്ലെങ്കിൽ മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ഏതാണ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ ഡിമാൻഡ് ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്, കോസ്റ്റ്, ഈസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ, ഇങ്ങനത്തെ ഒത്തിരി ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് അത് ചെയ്യേണ്ടത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കൊച്ചി പോലത്തെ ഒരു സിറ്റിയുടെ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് ഒരു BRTS അതായത് ബസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ട്രാം സിസ്റ്റം അതുപോലത്തെയൊക്കെ ഉള്ള മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റംസ് ആയിരിക്കും കൂടുതലും സ്യൂട്ടബിൾ സിറ്റിക്ക് ഉണ്ടാകും. എന്തായാലും ഏത് സിസ്റ്റം എടുത്താലും നമ്മൾ എല്ലാത്തിന്റെയും ഒരു കമ്പാരിറ്റീവ് അനാലിസിസും ഒരു സിറ്റി ലെവൽ ഒരു ഹോളിസ്റ്റിക് അസസ്മെന്റിനൊക്കെ ശേഷമാണ് നമ്മൾ ആ ഫൈനൽ ഡിസിഷനിലേക്ക് എത്തേണ്ടത്. ഇപ്പോഴത്തെ സിറ്റിയുടെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ നമ്മൾക്കിപ്പോ റീസെന്റ് കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഫങ്ഷണൽ ആയല്ലോ. അപ്പൊ ഈ അതോറിറ്റിക്ക് ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കാനുള്ള അവർക്ക് ആ ഒരു പവർ ഉണ്ട്, ആ ഒരു ഫങ്ഷൻസ് അവർക്ക് മാൻഡേറ്റഡ് ആണ്. അതുപോലെ തന്നെ അവർക്ക് അതിനുള്ള ടെക്നിക്കൽ കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു അതോറിറ്റിക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ടോ സിറ്റിക്ക് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ള എന്താന്നുള്ള എടുക്കാൻ ഈ അതോറിറ്റിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, ഇപ്പം കൊച്ചി സിറ്റിയിൽ November 1 മുതൽ KMTA വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും സിറ്റി ബിറ്റ്സിന്റെ ഒരു എപ്പിസോഡിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഈ മെട്രോ ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് പലരും ആ മെട്രോ പ്രിഫർ ചെയ്യാത്തത്, മെട്രോ യാത്ര പ്രിഫർ ചെയ്യാത്തത്? നമ്മള് 2019 CPPR മെട്രോ റൈഡർഷിപ്പിന്റെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഒരു മെയിൻ നമ്മളുടെ ഒരു ഫൈൻഡിങ് ആയിരുന്നു, മാക്സിമം മെട്രോ ഉപയോഗിക്കാത്ത ആൾക്കാർ അതിന്റെ റീസൺ എന്താണെന്ന് പറയുന്നത്. ഈ നോൺ യൂസേഴ്സ് പറഞ്ഞിരുന്ന മെയിൻ കാരണമായിരുന്നു മെട്രോ ടിക്കറ്റ് ഫെയർ വളരെ ഹൈ ആണ് എന്നുള്ളത്. ഈ സ്റ്റഡിയിൽ തന്നെ നമ്മൾ അതിന്റെ ഒന്ന് റീസൺ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത്, ഇപ്പൊ എക്സിസ്റ്റിംഗ് മെട്രോ യൂസേഴ്സിന്റെ ഒരു കാറ്റഗറി നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 31 to 40 ഒരു ഇയേഴ്സിന്റെ ഇടയിലാണ് അവരുടെ ഏജ് ഗ്രൂപ്പ്. ആൻഡ് അവരുടെ എംപ്ലോയ്മെന്റ് പാറ്റേൺ എന്ന് പറയുമ്പോൾ അവരൊരു പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസ് ആണ് കൂടുതൽ. ആ റേഞ്ചിൽ വരുന്നവരുടെ അപ്പൊ ഒരു മന്ത്ലി ഇൻകം റേഞ്ച് എന്ന് വരുന്നത് ഒരു 20,000 to 40,000 rupees വരെ. ഇത് പക്ഷെ ഒരു നോൺ മെട്രോ യൂസറോ അതോ വളരെ ലെസ് ഫ്രീക്വന്റ്ലി മെട്രോ ഉപയോഗിക്കുന്ന ഒരാളുടെയോ ഒരു മന്ത്ലി ഇൻകം വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഇൻകം വരുന്നത് ഓൾമോസ്റ്റ് ഒരു 6,000 to 20,000 പെർ മന്ത് ആണ്. ഈ രണ്ടും അവരുടെ ഇൻകം തമ്മിൽ വളരെ വലിയൊരു വ്യത്യാസമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
ഈ ഒരു വ്യത്യാസം കാരണം കൊണ്ട് തന്നെയാവാം ഈ സെക്കൻഡ് കാറ്റഗറി, അതായത് നോൺ യൂസേഴ്സ് മെട്രോ ടിക്കറ്റ് ഫെയർ വളരെ ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതും ആ കാരണം കൊണ്ട് അവരത് ഉപയോഗിക്കാതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അഗൈൻ സിറ്റിയുടെ ഒരു ക്യാരക്ടറാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്നത്. വേറൊരു ഫാക്ടർ പറയുകയാണെങ്കിൽ ട്രാവൽ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസിനെ അഫക്ട് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ്, ഒരു വലിയൊരു ഫാക്ടറാണ് ബിൽഡ് എൻവയൺമെന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് തന്നെ ഈ വേരിയബിൾസിന്റെ അകത്ത് ഒരു വളരെ ക്രൂഷ്യൽ റോളാണ് ഡെൻസിറ്റിക്കുള്ളത്. നമ്മള് കൊച്ചി പോലത്തെ സിറ്റിക്ക് ആണെങ്കിൽ ഡെൻസിറ്റി വളരെ കുറവാണ്. ഇപ്പൊ നമ്മള് KMC, അതായത് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ നമ്മൾ ആ ഏരിയയുടെ ഡെൻസിറ്റി ആണെങ്കിൽ അത് ഏകദേശം 6347 പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇതേ ഫിഗർ നമ്മളൊരു കൊച്ചി സിറ്റി റീജിയൻ എടുക്കുകയാണെങ്കിൽ അത് ഏകദേശം 3308 പീപ്പിൾ പെർ സ്ക്വയർ കിലോമീറ്റർ. പക്ഷെ ഈ ഫിഗേഴ്സ് ഒക്കെ നമ്മൾ ഇന്ത്യയിലെ മറ്റു വലിയ സിറ്റീസിനെയൊക്കെ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഡൽഹിയുടെ കേസിലാണെങ്കിൽ അത് ഏകദേശം 11,000 പീപ്പിൾ പെർ സ്ക്വയർ കിലോമീറ്ററും, ഇപ്പൊ മുംബൈയുടെ കേസിലാണെങ്കിൽ ഓൾമോസ്റ്റ് 19,000 പീപ്പിൾ പെർ സ്ക്വയർ കിലോമീറ്റർ ഒക്കെയാണ്. നമുക്ക് മനസ്സിലാവും നമ്മുടെ കൊച്ചിയുടെ ഡെൻസിറ്റി എന്തുമാത്രം ചെറുതാണ് കമ്പയർഡ് ടു ബാക്കി ഈ സിറ്റീസ് ഒക്കെ. ആൻഡ് ചില സ്റ്റഡീസ് ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് മുംബൈ സിറ്റിയിലാണ് ഇപ്പൊ ഫോർകാസ്റ്റ് ചെയ്ത റൈഡർഷിപ്പും ആക്ച്വൽ റൈഡർഷിപ്പും നമ്മളിൽ ഏറ്റവും ചെറിയ വ്യത്യാസമുള്ള സിറ്റി ഇന്ത്യയിലത്തെ ബാക്കി എല്ലാ മെട്രോസ് ഉള്ള സിറ്റികളെയും വെച്ച് നോക്കുമ്പോൾ. നമ്മൾ നേരത്തെ കൊച്ചിയുടെ കേസ് നമ്മൾ പറഞ്ഞിരുന്നു എന്തുമാത്രം ഉണ്ട്, ഓൾമോസ്റ്റ് 7 ഇരട്ടിയാണ് ആ വ്യത്യാസം ഉള്ളതെന്നൊക്കെ. ഈ ഫിഗേഴ്സും നമ്മളിപ്പോ പറഞ്ഞ ഡെൻസിറ്റി ഫിഗേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന് എന്തുമാത്രം ഒരു റോൾ ഉണ്ട് ഈ ഡെൻസിറ്റിക്ക് ഒരു മെട്രോ സിസ്റ്റത്തിന്റെ റൈഡർഷിപ്പിനെ എന്തുമാത്രം എഫക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അഗൈൻ എനിക്ക് തോന്നുന്നു ഈ കൊച്ചിയുടെ ഒരു കോണ്ടെക്സ്റ്റ് ഒക്കെ വെച്ചിട്ട് ഒരു BRTS സിസ്റ്റം, അതായത് ബസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പോലത്തെ ഒരു സിസ്റ്റം ഒക്കെ ആവും കൂടുതലും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അത് കൂടാതെ തന്നെ നമുക്ക് എക്സിസ്റ്റിംഗ് നമ്മളുടെ ബസ് സിസ്റ്റത്തിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ ഇനിയും നമ്മൾ സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ട്, കുറെ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യേണ്ടതുണ്ട്. ഇനി അഡീഷണൽ പെർമിറ്റ്സ് കൊടുക്കണം, റൂട്ട് റാഷണലൈസ് ചെയ്യണം, കൂടുതലും ഫീഡർ സർവീസസ് ഒക്കെ നമ്മൾക്ക് ഇനിയും ഇൻക്ലൂഡ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒന്നും കൂടെ പ്രയോറിറ്റിയിൽ നമ്മളുടെ ഡിസിഷൻ മേക്കേഴ്സ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പ്രസിദ്ധ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം കൊച്ചിക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ BRTSും ഒരു നല്ല സൊല്യൂഷൻ തന്നെ ആയിരിക്കും. ഇപ്പൊ പല സിറ്റീസും BRTS ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം റീസെന്റ് ആയിട്ട് ഹുബ്ലി ധാർവാഡിൽ BRTS സിസ്റ്റം ഇംപ്ലിമെന്റ് ആയി. അപ്പം അവിടുത്തെ ഇംപ്ലിമെന്റ് ആയതിനു ശേഷമുള്ള സ്റ്റഡീസ് കാണിക്കുന്നത് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട വേഗതയേറിയ സർവീസ് കൊടുക്കുന്നു യാത്രക്കാർക്ക്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള റൈഡർഷിപ്പും കൂടി. അതേപോലെ ഇപ്പം വിമൻ പാസഞ്ചേഴ്സിന് ഈ പബ്ലിക് ബസ്സസിൽ ട്രാവൽ ചെയ്യുന്നത് കുറച്ചുകൂടെ സേഫ് ആയി തോന്നുന്നു എന്നൊക്കെയാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അതെ ഐശ്വര്യ, ഇത് കൂടാതെ തന്നെ ഇപ്പൊ നമ്മൾ സിറ്റിക്കകത്ത് ഈ നേരത്തെ പറഞ്ഞ സ്റ്റഡിയിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ ശ്രമിച്ച മറ്റൊരു കാര്യമായിരുന്നു മെട്രോ യൂസേഴ്സ് അവർ എന്തുകൊണ്ട് ആ മെട്രോ ട്രാൻസ്പോർട്ട് മോഡിനെ അവർ ചൂസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അതിൽ നമ്മൾ കണ്ടെത്തിയ മേജർ കുറച്ച് റീസൺസ് ആയിരുന്നു. ടൈമിങ്സ് വളരെ പ്രോംപ്റ്റ് ആണ്, ഫ്രീക്വൻസി വളരെ കൂടുതലാണ്, ട്രാവൽ ടൈം വളരെ രസമാണ്, കംഫർട്ടബിൾ ആണ്, ക്ലെൻലിനെസ്, സേഫ്റ്റി, ഇതൊക്കെയായിരുന്നു മേജർ റീസൺസ് നമ്മൾക്ക് കണ്ടുപിടിച്ചത് നമ്മൾ. അപ്പോൾ ഈ റീസൺസ് ഒക്കെ നമ്മൾ മറ്റൊരു ട്രാൻസിറ്റ് മോഡിൽ കൂടെ നമ്മൾ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവര് ഡെഫിനറ്റ്ലി ആ ട്രാൻസിറ്റ് മോഡ് യൂസ് ചെയ്യില്ലേ? തീർച്ചയായിട്ടും. ഇപ്പം എനിക്കും തോന്നുന്നു അത് ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ എന്തായാലും പബ്ലിക് ബസ്സസിനും ഒരു നല്ല ക്വാളിറ്റി സർവീസ് തന്നെ സിറ്റിസൺസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഇനി ഇപ്പം മെട്രോ റെയിൽ പോളിസിനെ പറ്റി പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് മെട്രോ റെയിൽ സംവിധാനങ്ങൾ ഒരു ട്രാൻസ്പോർട്ട് പദ്ധതിയെക്കാട്ടിലും ഒരു സിറ്റിന്റെ സസ്റ്റൈനബിൾ സിറ്റീസിലേക്ക് നയിക്കുന്ന ഒരു സിറ്റി ട്രാൻസ്ഫോർമേഷൻ പദ്ധതികളായിട്ട് കാണണമെന്ന്. ഇതിനെ പറ്റിയുള്ള പ്രസിദ്ധയുടെ ഒരു അഭിപ്രായം എന്താണ്? നമ്മള് കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് അഗൈൻ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസിന് 2017 അമെൻമെന്റ്സ് കൊണ്ടുവന്നിരുന്നു. അപ്പൊ ആ അമെൻമെന്റ്സിന്റെ അക്കോർഡിംഗ് റെസിഡൻഷ്യലും കൊമേഴ്ഷ്യൽ ഒക്യുപ്പൻസിയും അതുപോലത്തെ ബിൽഡിംഗ് ഒക്യുപ്പൻസികളുടെയൊക്കെ FAR അല്ലെങ്കിൽ FSI 4 കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ കറണ്ട് FAR ആൻഡ് FSIനെ ഇൻക്രീസ് ചെയ്തിരുന്നു. അതാണെങ്കിൽ കേരളത്തിലുള്ള എല്ലാ മുനിസിപ്പൽ ഏരിയാസിലും ഉള്ള ഒരു ബ്ലാങ്കറ്റ് ഇൻക്രീസും ആയിട്ടായിരുന്നു അത് ഈ ഒരു ന്യൂ അമെൻമെന്റിന്റെ ത്രൂ വന്ന വ്യത്യാസം. ഈ ഉയർന്ന FAR നേരത്തെ ഉള്ള FARന് തന്നെ നമ്മൾ അണ്ടർ യൂട്ടിലൈസ്ഡ് ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതിന്റെ കൂടെയാണ് ഈ അഡീഷണൽ ഒരു ഇൻക്രീസും വന്നത്. ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റില്
മെട്രോയ്ക്ക് എങ്ങനെയാണ് നമ്മളുടെ ഒരു കേരളത്തിന്റെ ഒരു സിറ്റുവേഷനിൽ ഒരു കോമ്പാക്ട് ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക. അത് കൂടാതെ തന്നെ നമ്മളുടെ കേരളത്തിലെ വിവിധ ഏജൻസികളിലാണ് ഈ ഒരു ലാൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്സിലുള്ളത്. ആൻഡ് ഈ ഒരു പ്രോസസ്സിൽ ഈ വിവിധ ഏജൻസികളുടെയും ഒരു കോർഡിനേറ്റഡ് അപ്രോച്ച് കൊണ്ട് മാത്രമേ നമുക്കൊരു കോമ്പാക്ട് ഡെവലപ്മെന്റ് സാധിക്കുകയുള്ളൂ. ആൻഡ് ഈ ഏജൻസികളെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഒരു മേജർ റോളാണ് ഓരോ മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും ഉള്ളത് ഓരോ ഏരിയയുടെ ലാൻഡ് ഡെവലപ്മെന്റിന്. ഇപ്പൊ കൊച്ചിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനും KMRലും തമ്മിൽ ഒരു വളരെ റെഗുലറോ ഒരു വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അതായത് അവരൊരു വളരെ ഫോർമൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒരു റെഗുലർ ബേസിസിലൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ നമ്മളുടെ ആ കോർഡിനേഷനിൽ ഒരു വളരെ വലിയ ഗ്യാപ്പാണുള്ളത്. മാത്രമല്ല ഇത് കൂടാതെ തന്നെ ഈ KMCക്ക് ഈ KMRLന്റെ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് അഡീഷണൽ ബെനിഫിറ്റ്സോ ഇൻസെന്റീവ്സോ ഒന്നും അവർക്ക് കിട്ടാനും പോകുന്നില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ അവർ എന്തുകൊണ്ട് ഈ ഒരു പ്രോസസ്സിനെ KMC ഫെസിലിറ്റേറ്റ് ചെയ്യണം? അഗൈൻ നമ്മുടെ ഓർഗനൈസേഷൻസ് ഒക്കെ ഇവിടെ സൈലോസിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ കോർഡിനേഷൻ ആണ് ഇവിടെ വലിയ ഒരു ഇഷ്യൂ വരാൻ പോകുന്നത് ഇൻ കേസ് നമ്മൾ ഒരു കോമ്പാക്ട് ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പ്രസിദ്ധ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പം കൊച്ചിയുടെ കേസ് നോക്കുമ്പം ഇത്രയും ഓർഗനൈസേഷൻസിന്റെ ഒരു കോർഡിനേഷൻ ഒക്കെ വന്നിട്ട് കൊച്ചിക്ക് എന്നാണ് ആ ഒരു കോമ്പാക്ട് ഡെവലപ്മെന്റ് നടക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഈ മെട്രോയെ പറ്റി നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു. ഇനി നമുക്ക് മറ്റ് ഗതാഗത പ്രശ്നങ്ങൾ, സിറ്റിയിലുള്ള മറ്റ് ഗതാഗത പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രസിദ്ധിക്ക് തോന്നുന്നു? നമ്മളെ കേരളത്തിലെ സിറ്റീസിന്റെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇഷ്യൂസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി പ്രൈവറ്റ് ബസ്സസിനെ പറ്റി പറഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോ എല്ലാ മലയാളികൾക്കും അറിയാം കേരളത്തിൽ പ്രൈവറ്റ് ബസ്സസിന് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എന്ത് വലിയ ക്രൂഷ്യൽ റോളാണ് അവർ പ്ലേ ചെയ്തതെന്ന്. നമ്മൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഒരു 90s കാലഘട്ടത്തിലോ അതൊരു ബിഫോർ 90സിലൊക്കെ കേരളത്തിൽ ഏകദേശം 36,000 പ്രൈവറ്റ് ബസ്സസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പ്രീ കോവിഡ് സിറ്റുവേഷനിൽ നമ്മൾക്കിപ്പോൾ ആ ബസ്സസിന്റെ എണ്ണം വളരെ കുറഞ്ഞു പോയി. അത് ഏകദേശം 12,000ഓളമായിട്ട് കുറഞ്ഞു വന്നു. ഇതൊരു ഭയങ്കര വലിയ റിഡക്ഷൻ ആണ് നമ്മുടെ ഹോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ളത്. ഇതേ ഫിഗേഴ്സ് ഇപ്പൊ നമ്മൾ കൊച്ചിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ഒരു ഏർലി 2000ലൊക്കെ കൊച്ചിയിൽ ഓൾമോസ്റ്റ് ഒരു 1,800 ബസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ ഏകദേശം 800 ആയിട്ട് കുറഞ്ഞു. അപ്പൊ ഈ ഒരു വളരെ ഡ്രാസ്റ്റിക് റിഡക്ഷൻ ആണ് നമ്മുടെ പ്രൈവറ്റ് ബസ്സസിന് സംഭവിച്ചിട്ടുള്ളത്. ഇതിന്റെ കാരണങ്ങൾ വളരെ അധികമാണ്. ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു അൺഫേവറബിൾ ഒരു പോളിസി എക്കോസിസ്റ്റം ആണ് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ളത്. കുറെ റെഗുലേഷൻസ്, കുറെ പോളിസി ബാരിയേഴ്സ്, പെർമിറ്റ് കൊടുക്കാനുള്ള കുറെ റെസ്ട്രിക്ഷൻസ്, അങ്ങനത്തെ ഒത്തിരി ബാരിയേഴ്സ് ആൻഡ് ചാലഞ്ചസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ അപ്പൊ അവരൊരു സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഇൻസെന്റീവ്സ് കൊടുക്കണോ വേണ്ടയോ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഗവൺമെന്റ് അതിനെ പറ്റിയിട്ടൊന്നും ആലോചിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പറയേണ്ട ഒരു മേജർ ഇഷ്യൂ. ഡെഫിനറ്റ്ലി ഇപ്പൊ പ്രസിദ്ധ പറഞ്ഞതുപോലെ തന്നെ ഈ കോവിഡ് സിറ്റുവേഷൻ കാരണം ഒത്തിരി എഫക്ട് ആയ ഒരു സെക്ടർ തന്നെയാണ് ഈ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെത്. ഇപ്പം ഈ ഗവൺമെന്റിന്റെ ആ ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ആ ഒരു മൂവ്സ് അത് നമ്മള് ഇപ്പോഴല്ല, ഈ ഒരു കോവിഡ് സമയത്ത് മാത്രമല്ല, അത് നേരത്തെ തന്നെ പ്രാക്ടീസിലുള്ളതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ JNNR ബസിന്റെ കേസ് എടുക്കുക. അതിപ്പം സിറ്റിക്ക് ബസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ മിഷന്റെ ഒരു ഉദ്ദേശം തന്നെ. എന്നാൽ അത് സ്റ്റേറ്റ് ആ ബസ്സുകൾ ഏറ്റെടുക്കുകയും അത് പിന്നെ ലോങ് ഡിസ്റ്റൻസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റിന് ഒരു നല്ല ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ സിറ്റിക്ക് വേണ്ടി എന്നുള്ളതും കൂടെയാണ്. അതെ ഐശ്വര്യ, ഇതിന്റെ കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ഇപ്പൊ സിറ്റിക്ക് വേറൊരു വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ആണ്. ഇവിടെയും നമുക്ക് പോളിസി ബാരിയേഴ്സ് തന്നെയാണ് അതിന്റെ മെയിൻ തടസ്സങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഇന്ത്യയിലത്തെ മറ്റ് സിറ്റികളെയൊക്കെ പോലെ നമുക്ക് കേരളത്തിലെ ഷെയർ ഓട്ടോയോ മിനി വാനോ അതുപോലത്തെ ഒന്നും ഓപ്ഷൻസ് ഒന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തതിന്റെയും ഒരു മേജർ റീസൺ ഈ പറയുന്ന റെഗുലേറ്ററി ബാരിയേഴ്സ് കൊണ്ടൊക്കെയാണ്.
അപ്പോ ഈ ഇഷ്യൂസിനെയൊക്കെ സോൾവ് ചെയ്യാതെ നമ്മുടെ ഡെസിഷൻ മേക്കേഴ്സ് ഈ മെട്രോ പോലെയുള്ള വളരെ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രോജക്ട്സിനെയൊക്കെ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിലൊക്കെ നിൽക്കുന്നത്. പിന്നെ ഒരു പോയിന്റ് പറയാനാണെങ്കിൽ ഇപ്പോ മെട്രോയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഏകദേശം ഗവൺമെന്റ് 7,000 കോടി രൂപയോളമാണ് ചെലവഴിച്ചത്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് കിട്ടിയത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ലോസസ് ആണ്. പക്ഷെ നമ്മൾ ഇപ്പൊ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിനെ പറ്റി നേരത്തെ പറഞ്ഞു, അവരെ പക്ഷെ ഗവൺമെന്റിന് അങ്ങോട്ടായിരുന്നു റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ത്രൂ ടാക്സസ് ആണെങ്കിലോ മറ്റ് ഫീസസിന്റെ ഒക്കെ യൂസർ ഫീസിന്റെ ഒക്കെ ബേസിസിലൊക്കെ ആണെങ്കിൽ അവർ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നു. ആൻഡ് ഇത്രയൊക്കെ അവർ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടും കൂടെ ഗവൺമെന്റ് അവർക്ക് എഗെയിൻസ്റ്റ് അൺഫേവറബിൾ സിറ്റുവേഷൻസും അൺഫേവറബിൾ റെഗുലേറ്ററി ഒരു എക്കോസിസ്റ്റം ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകേണ്ടത് നമ്മുടെ ടാക്സ് പേയേഴ്സിന്റെ ഒക്കെ മണി ഗവൺമെന്റ് പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടി തന്നെയാണ് ചെലവഴിക്കുന്നത്. പക്ഷെ അത് KSRTCയോ മെട്രോ പോലത്തെയുള്ള സിസ്റ്റത്തിന്റെ ഒക്കെ ത്രൂ ചെലവഴിക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്ന ബെനിഫിറ്റ്സ് വളരെ കുറവാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ മെട്രോയുടെ റൈഡർഷിപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് എന്തുമാത്രമാണ് അതിന്റെ റൈഡർഷിപ്പ് എന്ന് നമുക്ക് മനസ്സിലായിരുന്നു. അത് എന്ത് ചെറിയൊരു നമ്പർ ആണെന്നുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ എഫക്റ്റീവ് വേസിൽ കൂടെയാണ് ഈ ടാക്സ് പേയേഴ്സിന്റെ മണി പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടി, അതായത് എഫിഷ്യന്റ് പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടി ചെലവഴിക്കേണ്ടത് എന്ന് നമ്മൾ സീരിയസ്ലി മനസ്സിലാക്കേണ്ടിയും അനലൈസ് ചെയ്യേണ്ടിയും ഇരിക്കുന്നു. അതെ, ഈ ഒരു ഡിസ്കഷൻ ഇപ്പം മനസ്സിലാക്കിയത് കൊച്ചിയുടെ ഈ ഗതാഗത പ്രശ്നങ്ങൾക്ക് ഒരു ഈസി സൊല്യൂഷൻ ഒരിക്കലും മെട്രോ എക്സ്റ്റൻഷനോ അല്ലെ കൂടുതൽ മെട്രോ സർവീസുകൾ കൊടുക്കുന്നതല്ല. ഇപ്പം കുറെ അധികം ഇഷ്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നു. ആ ചെറിയ ചെറിയ ഇഷ്യൂസിനെ നമുക്ക് ഈസി ആയിട്ട് റിസോൾവും ചെയ്യാൻ കഴിയും. ഒരു ഓർഗനൈസേഷൻസ് തമ്മിലുള്ള ഒരു കോർഡിനേഷനോ അങ്ങനെ ചെറിയൊരു സ്റ്റെപ്പ് മാത്രം സിറ്റി എടുക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഈ അർബൻ ട്രാൻസ്പോർട്ട് ഇഷ്യൂസിൽ കൊണ്ടുവരാൻ കഴിയും. അതുപോലെ തന്നെ സിറ്റിക്ക് വേണമെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഇപ്പൊ പാരാ ട്രാൻസിറ്റ് മോഡ്സ്, ഇപ്പം ഫീഡർ സർവീസ് സിസ്റ്റം, അങ്ങനെ സിറ്റിയുടെ ബസ്സുകൾ ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യാം. ഈ ഒരു കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഇപ്പൊ മെട്രോ എക്സ്റ്റൻഷൻ പോലുള്ള പ്രോജക്ട്സിൽ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും സിറ്റിയുടെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. കൂടുതൽ സിറ്റിയെ പറ്റിയുള്ള ചർച്ചകൾക്കും അനാലിസിസിനും വേണ്ടി ഫോളോ ദ #CityBeats. താങ്ക് യു.